Hello dear students and welcome to English Cafe. ഇംഗ്ലീഷ് കഫേയിൽ നമ്മൾ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ടെൻസസ് എന്നുള്ളൊരു ടോപ്പിക്കാണ് പഠിച്ചത് അല്ലേ. അപ്പം ആദ്യത്തെ ടെൻസിൻ്റെ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ ഒരുപാട് ടെൻസസ് ഉണ്ട്. അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടെൻസസ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലേ. അതെല്ലാവർക്കും മനസ്സിലായില്ലേ? സംശയങ്ങളൊക്കെ വന്നത് ക്ലിയറും ചെയ്തു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്നും നമുക്ക് പാസ്റ്റ് ടെൻസിലുള്ള വേറൊരു കാറ്റഗറി നോക്കാം. അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടേക്കാണ് യൂസ് ചെയ്യുക, അതെങ്ങനെയാണ് സെൻറ്റൻസ് ഫോം ചെയ്യുക, അതിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളതെല്ലാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ എവിടേക്കാണ് യൂസ് ചെയ്യുക നമുക്ക് നോക്കാം. ആദ്യത്തേത് ആക്ഷൻസ് ദാറ്റ് ആർ ഹാപ്പനിങ് അറ്റ് എ സ്പെസിഫിക് ടൈം ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ, അതായത് കഴിഞ്ഞു പോയ കാര്യമായിരിക്കും, പക്ഷെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടൈമിൽ ഒരു പെർട്ടിക്കുലർ ടൈം തന്നിട്ടുണ്ടാവും, ഒരു കൃത്യമായൊരു സമയം തന്നിട്ടുണ്ടാവും. ആ സമയത്ത് ഈ നടക്കുന്ന ആക്ഷനിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ നോക്കാം. At 8 PM last night I was sleeping. ഓക്കെ, അപ്പം ഇവിടെ കറക്റ്റായിട്ട് കൃത്യമായി കഴിഞ്ഞ രാത്രി 8 മണിക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് എപ്പം നടന്നു, എവിടെ നിന്ന് നടന്നു, ഏത് സമയം നടന്നു എന്നുള്ളതിനൊരു ക്ലാരിറ്റി ഉണ്ട് അല്ലേ. 8 PM 8 മണി കഴിഞ്ഞ രാത്രി എന്ന് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നൈറ്റ് 8 PM. അപ്പം ആ ഒരു ടൈമിൽ എന്താണ് സംഭവിച്ചത്? ഐ വാസ് സ്ലീപ്പിംഗ്. അപ്പം അതാണ് നമ്മുടെ ആക്ഷൻ. ഞാൻ ഉറങ്ങുമായിരുന്നു എന്നുള്ളതാണ് ആക്ഷൻ. കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഐ വാസ് സ്ലീപ്പിംഗ്. പക്ഷെ എപ്പം? കഴിഞ്ഞ ദിവസം 8 മണിക്ക്. അപ്പം അതൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു ടൈമാണ്. അപ്പം നമ്മൾ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഒരു സമയത്ത് ഒരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഹി വാസ് വർക്കിംഗ് ഇൻ ദ ഈവനിങ്. അവൻ വൈകിട്ട് ജോലി ചെയ്യായിരുന്നു. അപ്പം എപ്പോ? ഇൻ ദി ഈവനിങ്. കറക്റ്റായിട്ട് എപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ സ്പെസിഫൈ ചെയ്ത് സമയം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ സമയത്ത് ഒരു കണ്ടിന്യൂസ് ആക്ഷൻ നടക്കുന്നതായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ സമയത്ത് നമുക്കിത് വർക്കിംഗ് ING ഫോം യൂസ് ചെയ്തുകൊണ്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ഫോം ആക്കാം. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സിറ്റുവേഷൻ നോക്കാം. 2 ആക്ഷൻസ് ദാറ്റ് ആർ ഇൻ പ്രോഗ്രസ് അറ്റ് എ സെയിം ടൈം എന്ന് വെച്ചാൽ ഒരേ സമയത്ത് 2 ആക്ഷൻസ് ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ, ഒരു സമയത്ത് 2 ആക്ഷൻ ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഷീ വാസ് റീഡിങ് വൈൽ ഹി വാസ് സ്ലീപ്പിംഗ്. ഇവിടെ 2 ആക്ഷൻസ് നടക്കുന്നുണ്ട്. ഒന്ന്, ഷീ വാസ് റീഡിങ്, അവൾ വായിക്കുകയായിരുന്നു. അടുത്ത ആക്ഷൻ എന്താണ്? ഹീ വാസ് സ്ലീപ്പിംഗ്, അവൻ ഉറങ്ങുമായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന വേർഡ് വൈലാണ്. വൈൽ എന്ന് പറഞ്ഞാൽ അത് നടക്കുമ്പോൾ ഇതും നടന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ വൈൽ യൂസ് ചെയ്യുക. അപ്പം ഷീ വാസ് റീഡിങ് വൈൽ ഹീ വാസ് സ്ലീപ്പിംഗ്. അവൻ ഉറങ്ങുന്ന സമയത്ത് അവൾ വായിക്കുകയായിരുന്നു. അപ്പം ഇവിടെ 2 ആക്ഷൻ നടന്നിട്ടുണ്ട് അല്ലേ. 2 ആക്ഷൻ പാസ്റ്റിൽ ഒരുമിച്ച് നടക്കുന്ന സമയത്ത് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത നോക്കിക്കേ. വി were വാച്ചിങ് എ മൂവി വൈൽ ഇറ്റ് വാസ് റെയിനിങ് ഔട്ട്സൈഡ്. ഇവിടെയുള്ള 2 ആക്ഷൻസ് ഏതൊക്കെയാണ്? വി were വാച്ചിങ് എ മൂവി, നമ്മളൊരു മൂവി കാണുകയായിരുന്നു, അത് ആദ്യത്തെ ആക്ഷൻ. രണ്ടാമത്തേതോ? ഇറ്റ് വാസ് റെയിനിങ് ഔട്ട്സൈഡ്, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആക്ഷൻ. അപ്പം പുറത്ത് മഴ പെയ്യുന്ന സമയത്ത്, മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു മൂവി കാണുമായിരുന്നു. അപ്പം നമ്മൾ മൂവി കാണുന്ന സമയത്ത് മഴയും പെയ്തു. അപ്പോൾ രണ്ടും ഒരുമിച്ച് സൈമൾട്ടേനിയസ് ആയിട്ട് നടന്നുകൊണ്ട് നമ്മൾ അവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോം യൂസ് ചെയ്യും. അപ്പം ഇവിടെ എല്ലാം നമ്മൾ യൂസ് ചെയ്തേക്കുന്ന വേർഡാണ് വൈൽ. വൈൽ എന്നുള്ളത് 2 എണ്ണം ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ നമുക്കവിടെ വൈൽ എന്നുള്ളൊരു വേർഡ് വെച്ച് കണക്ട് ചെയ്യാം. അത് നടക്കുമ്പോൾ ഇതും നടന്നു എന്ന് പറയുമ്പം നമുക്ക് വൈൽ വെച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പം അവൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, സോ ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പം അവൻ കുക്ക് ചെയ്തു. അപ്പം 2 എണ്ണം ഒരുമിച്ച് നടക്കുന്ന സമയത്ത് നമുക്ക് വൈൽ യൂസ് ചെയ്യാം. ഓക്കെ, ഐ വാസ് വാഷിംഗ് ദ ഡിഷസ് അല്ലെങ്കിൽ ഐ വാസ് ഡൂയിങ് ദ ഡിഷസ് വൈൽ ഹി വാസ് കുക്കിംഗ്. അവൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പാത്രം കഴിക്കിയതെന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ അങ്ങനെ 2 എണ്ണം സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുവാണെങ്കിൽ നമുക്ക് അഗൈൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത്, an action that started in the past but was interrupted by another action. ഒരു ആക്ഷൻ പാസ്റ്റിൽ തന്നെയാണ് തുടങ്ങിയത്, പക്ഷെ അത് വേറൊരു ആക്ഷൻ കാരണം നടുവിൽ നിർത്തിപ്പോയി അല്ലെങ്കിൽ നിന്നുപോയി. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വേറൊരു ആക്ഷനെ കൊണ്ട് അത് നിന്നു പോകുന്നതിനെയാണ്, ആ നിന്നു പോകുന്ന സാഹചര്യത്തിലും നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഐ വാസ് വാച്ചിങ് TV when the phone rang. ഫോൺ റിങ് ആയപ്പം ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
ഫോൺ റിങ് ആയപ്പം ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്ത് പറ്റി? അപ്പോഴാണ് ഫോൺ റിങ് ആയത്. അപ്പം ആ ഒരു ആക്ഷൻ അവിടെ സ്റ്റോപ്പായി അല്ലേ. അപ്പം നമ്മളിവിടെ ഐ വാസ് വാച്ചിങ് ടി വി, ഇവിടെയാണ് നമ്മുടെ ആക്ഷൻ ഉള്ളത്, വാച്ചിങ് ടി വി. ആ സമയത്ത് എന്ത് സംഭവിച്ചു? ദ ഫോൺ റാങ്, ഫോൺ റിങ് ആയി. അപ്പം അതവിടെ നിന്നു. അടുത്ത എക്സാമ്പിൾ, ഷീ വാസ് സ്റ്റഡിങ് വെൻ ദ പവർ വെന്റ് ഔട്ട്. ഇവിടെ പവർ വെന്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് പോയി എന്ന് മലയാളത്തിൽ നമ്മൾ മലയാളികൾ യൂഷ്വലി യൂസ് ചെയ്യുന്നതാണ് ഈ കറണ്ട് പോയി എന്നുള്ളത്. പക്ഷെ ശരിക്കും കറണ്ട് അല്ല പോകുന്നത്, അവിടെ ആക്ച്വലി പവർ ആണ് പോകുന്നത്. പവർ വെന്റ് ഔട്ട്. ഓക്കെ, സോ അവിടെ ഈ പവർ പോകുന്ന സമയത്ത് ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്ത് പറ്റി? അവിടെ പവർ പോയി എന്നുള്ള മീനിങ്. അപ്പം ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ആക്ഷൻ നടന്നു, അതുകൊണ്ട് ഫസ്റ്റ് വൺ ഒന്ന് ഇന്ററപ്റ്റ് ആയി, ഫസ്റ്റ് നടക്കുന്ന ആക്ഷൻ ഒന്ന് ഇന്ററപ്റ്റ് ആയി. അപ്പം ഇവിടെ ഒരു കാര്യം കൊണ്ട് മറ്റേ കാര്യം നിന്നുപോയി അല്ലെങ്കിൽ ഇന്ററപ്റ്റ് ആയി എന്ന് പറയാൻ വേണ്ടി നമുക്ക് വെൻ യൂസ് ചെയ്യാം. ഓക്കെ, രണ്ടും ഒരുമിച്ച് നടക്കുവാണെങ്കിൽ വൈൽ യൂസ് ചെയ്താൽ മതി. ഇനി എങ്ങാനും വേറൊരു ആക്ഷൻ നടന്നപ്പം ഇത് ഇന്ററപ്റ്റ് ആയി അല്ലെങ്കിൽ നിന്നുപോയി എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വെൻ യൂസ് ചെയ്യാം. ക്ലിയർ ആണോ? അങ്ങനെ 3 സാഹചര്യങ്ങളിലാണ് മെയിൻ ആയിട്ട് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ആദ്യം പാസ്റ്റിൽ നടക്കുന്ന ഒരു കാര്യം, പക്ഷെ ഒരു സ്പെസിഫൈ ചെയ്തൊരു ടൈമാണ്, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുവാണെങ്കിൽ പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്ന ഒരു ആക്ഷനെ പറ്റി പറയാൻ യൂസ് ചെയ്യും. അതേപോലെ 2 ആക്ഷൻ പാസ്റ്റിൽ ഒരുമിച്ച് നടക്കുവാണെങ്കിൽ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. അതേപോലെ പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്ന ഒരു ആക്ഷൻ പക്ഷെ വേറൊരു ആക്ഷൻ കാരണം അത് ഇന്ററപ്റ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇന്ററപ്റ്റ് ആയിപ്പോയി, അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ? ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഈ സാഹചര്യങ്ങളിലെല്ലാം ഈ ഒരു ടെൻസ് യൂസ് ചെയ്യാം. ഇനി എങ്ങനെ ഇത് സെൻറ്റൻസിലേക്ക് ആക്കാം, ഇതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഓൾറെഡി ഒരുപാട് എക്സാമ്പിൾ നമ്മൾ കണ്ടു, അപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി കാണും അല്ലേ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്താണ്? ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഹി വാസ് വർക്കിംഗ് ഇൻ ദി ഈവനിങ്. ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തത് ഹി ആണ്. അപ്പം ഹി ആരാണ് ഇവിടെ? നമ്മുടെ സബ്ജക്റ്റ് ആണ്. അപ്പോൾ എപ്പോഴും പോസിറ്റീവ്, ഒരു സാധാ പോസിറ്റീവ് സെൻറ്റൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ തുടക്കം വരുന്നത് അത് സബ്ജക്റ്റിലായിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് വാസ് ആണ് അല്ലെങ്കിൽ വേർ ആണ്. നമ്മുടെ സബ്ജക്റ്റിനനുസരിച്ച് വാസോ വേറോ മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. വാസ് എന്നുള്ളത് എവിടെയാണ് യൂസ് ചെയ്യുക? ഒരുപാട് തവണ നമ്മൾ പഠിച്ചതാണ്. വാസ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക? സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ. ആൻഡ് വേർ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക? പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെ. അപ്പം ഇവിടെ ഹി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വാസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് ആണല്ലോ, അത് പ്രസൻറ്റ് ആയാലും പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ വേർബിന് ശേഷം നമ്മൾ ING ചേർത്ത് കൊടുക്കണം. നമ്മൾ പഠിച്ചതാണ് അല്ലേ. സ്ലീപ്പ് സ്ലീപ്പിംഗ്, റൈറ്റ് റൈറ്റിംഗ്, സിങ് സിംഗിങ്, ഡാൻസ് ഡാൻസിങ്, പ്ലേ പ്ലേയിങ്, എന്ത് തന്നെയായാലും അവസാനം ഒരു ING ഫോം നമ്മൾ ING എന്നുള്ള 3 ലെറ്റേഴ്സ് ചേർത്ത് കൊടുക്കണം, എന്നാലേ ഇത് കണ്ടിന്യൂസ് ആവുകയുള്ളൂ. അപ്പോൾ ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ആദ്യം വാസോ വേറോ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് വേർബിൻ്റെ ING ഫോം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെയാവുമ്പം അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റൻസിൽ ബാക്കി വരുന്നത് എന്താണോ അത് അതേപടി കൊടുത്താൽ മതി, മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ക്ലിയർ? അപ്പം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ സബ്ജക്റ്റ് വേണം, അത് കഴിഞ്ഞാൽ വാസോ വേറോ വേണം. അത് സിംഗുലർ ആണെങ്കിൽ വാസും പ്ലൂറൽ ആണെങ്കിൽ വേറും. ഇതേപോലെ നമ്മൾ ആക്ച്വലി പ്രസൻറ്റ് കണ്ടിന്യൂസിലും യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. വാസ് വേറിൻ്റെ പകരം നമ്മൾ ഇസ്സും ആറും ആമും ഒക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത് അല്ലേ. സിംഗുലർ ആണെങ്കിൽ ഇസ്, പ്ലൂറൽ ആണെങ്കിൽ ആർ, അതേപോലെ ഐ ആണെങ്കിൽ ആം. പക്ഷെ പാസ്റ്റ് ടെൻസിൽ വരുമ്പം ഐക്ക് വേറെ തന്നെ വേർഡ് ഒന്നുമില്ല, ഐ സിംഗുലർ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പം സിംഗുലർ ആണെങ്കിൽ വാസും പ്ലൂറൽ ആണെങ്കിൽ വേറും, എന്നിട്ട് നമ്മുടെ വേർബിൻ്റെ ING ഫോം ഇട്ട് കൊടുക്കുക, എന്നിട്ട് റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. ഫോർ എക്സാമ്പിൾ, ഐ വാസ് സ്റ്റഡിങ് ഫോർ മൈ എക്സാം. ഞാൻ എൻ്റെ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, സോ ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്, പിന്നെ ഐ സിംഗുലർ ആയതുകൊണ്ട് തന്നെ വാസ് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേർബ് സ്റ്റഡി ആണ്, പക്ഷെ സ്റ്റഡി എന്നുള്ളത് സ്റ്റഡിയിങ് ആയി, എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള സെൻറ്റൻസ്. ക്ലിയർ ആണോ? ഇത് പോസിറ്റീവ് സെൻറ്റൻസ്. ഇനി നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ അവിടെ നമ്മൾ ഈ വാസോ വേറോ, ബാക്കിയൊക്കെ സെയിം ആണ്, പക്ഷെ വാസോ വേറിൻ്റെ ശേഷം ഒരു നോട്ട് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇനി വാസ് നോട്ട് അല്ലെങ്കിൽ വേർ നോട്ട്, സിംഗുലർ ആണെങ്കിൽ വാസ് നോട്ട്, പ്ലൂറൽ ആണെങ്കിൽ വേർ നോട്ട്. ഇതിനെ തന്നെ ചെറുതാക്കിയിട്ട് നമുക്ക് വാസൻറ്റ് എന്നും അതേപോലെ വെറൻറ്റ് എന്നും വേണമെങ്കിൽ പറയാം. നമ്മൾ പ്ലൂറൽ നമ്മുടെ പ്രസൻറ്റ് ടെൻസിൽ പഠിച്ചില്ലേ, ഇസൻറ്റും അതേപോലെ ആറൻറ്റും ആയിരുന്നു. അതേപോലെ ഇവിടെയും നമുക്ക് വാസ് നോട്ടും വേർ നോട്ടും ഉണ്ട്. വാസൻറ്റും അതേപോലെ വേറൻറ്റ് എന്നും പറയാം. ഓക്കെ, സോ ഞാൻ എൻ്റെ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം സബ്ജക്റ്റ് വന്നു, പിന്നെ ഇത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ വാസ് വന്നു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ട് വരണം, ഐ വാസ് നോട്ട്,
പിന്നെ നമ്മുടെ വേർബിൻ്റെ ING സ്റ്റഡിങ്, പിന്നെ സെൻറ്റൻസിൻ്റെ ബാക്കി ഫോം ആയി എക്സാം. ഇങ്ങനെ വേണം നെഗറ്റീവ് സെൻറ്റൻസ് എഴുതാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, ഹി വാസ് വർക്കിംഗ് ഇൻ ദി ഈവനിങ്. അവൻ വൈകിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അവൻ വൈകിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ ഹി വാസ് നോട്ട് വർക്കിംഗ് ഇൻ ദി ഈവനിങ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ വാസ് ആണെങ്കിലും വേർ ആണെങ്കിലും അതിനുശേഷം നോട്ട് ചേർത്ത് കൊടുത്താൽ അത് നെഗറ്റീവായി. ക്ലിയർ? ഓക്കെ. സോ പോസിറ്റീവ് ഇങ്ങനെയാണ്, നെഗറ്റീവ് ഇങ്ങനെയാണ്. ഇനിയുള്ളതാണ് ക്വസ്റ്റ്യൻസ്. ഒരു ചോദ്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ സിമ്പിളാണ്. ആദ്യം വാസോ വേറോ വരും. നമ്മുടെ സിംഗുലർ ആണെങ്കിൽ വാസ്, പ്ലൂറൽ ആണെങ്കിൽ വേർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേർബിൻ്റെ ING ഫോം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റൻസിൻ്റെ ബാക്കി. ഓക്കെ. സോ വാസ് ഷീ റൈറ്റിംഗ് എ ലെറ്റർ? അവളൊരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നോ? ഒരു ചോദ്യമാണ്. ചോദ്യം ചോദിക്കാൻ വേണ്ടി ആദ്യം വാസോ വേറോ ഇടുക. എന്നിട്ട് നമ്മുടെ സബ്ജക്റ്റ്, പിന്നെ നമ്മുടെ വേർബിൻ്റെ ING ഫോം, പിന്നെ സെൻറ്റൻസിൻ്റെ ബാക്കി. ഓക്കെ. ഓക്കെ. സോ അവർ ഉറങ്ങുകയായിരുന്നു എന്നെങ്ങനെ നമുക്ക് ചോദിക്കാം? അവർ എന്ന് പറയുമ്പം ഒന്നിലധികം ആൾക്കാരുണ്ട്, പ്ലൂറലാണ്. അപ്പോൾ വാസ് ആണോ വേർ ആണോ? അവിടെ നമ്മൾ വേർ ആയിരിക്കും യൂസ് ചെയ്യുക, വേർ. ഓക്കെ. പിന്നെ നമ്മുടെ സബ്ജക്റ്റ് അവരാണ് അല്ലേ? അവരിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ദേ, വേർ ദേ. അവർ ഉറങ്ങുകയായിരുന്നോ എന്ന് ചോദിക്കാൻ, ഉറങ്ങുക എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താണ്? സ്ലീപ്പാണ്. പക്ഷെ ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് തന്നെ സ്ലീപ്പിന് ശേഷം എന്ത് ചേർക്കണം? ING ചേർക്കണം. വേർ ദേ സ്ലീപ്പിംഗ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ. അവർ ഉറങ്ങുകയായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചേക്കുന്നത്. ക്ലിയർ? സോ ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാം. ഓക്കെ. സോ പോസിറ്റീവ് സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം സബ്ജക്റ്റ് വരിക, പിന്നെ വാസോ വേറോ വരണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേർബിൻ്റെ ING, പിന്നെ സെൻറ്റൻസിൻ്റെ ബാക്കി. നെഗറ്റീവ് ആണെങ്കിൽ സെയിം ആണ്, സബ്ജക്റ്റ് വരും, വാസും വേറും വരും. പക്ഷെ ഇതിന് ശേഷം ഒരു ചെറിയ നോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേർബിൻ്റെ ING ഫോം, പിന്നെ സെൻറ്റൻസിൻ്റെ ബാക്കി. ക്വസ്റ്റ്യൻ ആണെങ്കിലോ ആദ്യം വാസോ വേറോ വരും, പിന്നെ നമ്മുടെ സബ്ജക്റ്റ്, വേർബിൻ്റെ ING ഫോം, പിന്നെ സെൻറ്റൻസിൻ്റെ ബാക്കി. ഓക്കെ. സോ ഈ രീതിയിൽ നമുക്ക് ഡിഫറെൻറ്റ് പാറ്റേൺസിൽ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഏത് ടെൻസിൽ? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ അല്ലേ? സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മൾ പഠിച്ചതൊക്കെ റിവൈസും ഒരുമിച്ച് തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ? എവിടെയൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ മൊത്തത്തിൽ പഠിച്ചു അല്ലേ? ഇനിയും എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ട്യൂട്ടറിൻ്റെ അടുത്ത് ചോദിച്ച് ക്ലിയർ ആവുന്നതാണ്. ഓക്കെ. സോ ഹോംവർക്കും കറക്റ്റ് ടൈമിൽ ചെയ്യുക. എന്നാലേ അടുത്ത ക്ലാസ്സിലേക്ക് ഒരു കണക്ഷൻ കിട്ടുകയുള്ളൂ. അടുത്ത ക്ലാസ് നമ്മൾ മിക്കവാറും ടെൻസ് തന്നെയായിരിക്കും പഠിക്കുന്നത് കേട്ടോ. സോ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ടേക്ക് കെയർ എവരിവൺ. ബൈ.